ഹായ് ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. അപ്പോൾ രാവിലെ തന്നെ എഴുന്നേറ്റിട്ടുണ്ട്. ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ എടുക്കാമെന്നാണ് വിചാരിക്കുന്നത്. ഫുൾ വ്ളോഗൊക്കെ കിട്ടുമെന്ന് അറിയത്തില്ല. ഇന്ന് ഹോസ്പിറ്റലിലൊക്കെ പോകണം. അപ്പോൾ രാവിലെ എഴുന്നേറ്റ് ഫ്രഷായിട്ട് അങ്ങനെ ഇരിക്കുവാണേ. ചേട്ടൻ രാവിലെ എഴുന്നേറ്റിട്ട് ഫാമിലോട്ട് പോയിട്ടുണ്ട്. കുഞ്ഞുങ്ങളെ പട്ടിണിക്കിടാൻ പറ്റില്ലല്ലോ. അപ്പോൾ അവർക്കുള്ള ഫുഡൊക്കെ കൊടുത്തിട്ട് ആൾ വരും. പീലിക്കുട്ടി അമ്മയുടെ അടുത്താണ്. മോളെയും പോയി വിളിക്കണം. ആരൂസ് നല്ല ഉറക്കമാണ്. വെക്കേഷൻ ആയതുകൊണ്ട് എന്നെ നേരത്തെയൊന്നും എഴുന്നേൽപ്പിക്കാറില്ല. ഉറങ്ങട്ടെ എന്ന് വിചാരിക്കും. എന്തായാലും സ്കൂൾ തുറക്കുമ്പോഴൊക്കെ നേരത്തെ എഴുന്നേൽക്കണമല്ലോ. അപ്പോൾ അങ്ങനെ ഇതാ ഫ്രഷായിട്ട് വന്നിരിക്കുകയാണ്. ഇനി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം, ഫുഡ് കഴിക്കണം, വിശക്കുന്നുണ്ട്. ഇപ്പോൾ 9 മന്ത് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു 9 മന്തിൽ ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ കുഞ്ഞാവയൊക്കെ വരാനുള്ള സമയമൊക്കെ ആയി വരുന്നുണ്ടല്ലോ. അപ്പോൾ ഇനി ഹോസ്പിറ്റലിൽ പോകണം, ഡോക്ടറെ വിളിച്ച് അപ്പോയിൻമെൻ്റ് എടുക്കണം. അങ്ങനെയൊക്കെ കുറച്ച് പരിപാടി. പിന്നെ പറ്റുമെങ്കിൽ പുറത്ത് കുറച്ച് നേരമൊക്കെ ഒന്ന് കറങ്ങിയിട്ടൊക്കെ വരണമെന്നൊക്കെ ഉണ്ട്. അറിയില്ല. ഇനി ഹോസ്പിറ്റലിലൊക്കെ പോകുമ്പോൾ ടയേർഡാവുന്നുണ്ടെങ്കിൽ നേരെ വീട്ടിലോട്ട് തന്നെ വരും. പിന്നെ കുട്ടീസിനെയും കൊണ്ടാണ് പോകുന്നത്. സ്കൂളില്ലാത്തതുകൊണ്ട് തന്നെ ഇപ്രാവശ്യവും കഴിഞ്ഞ പ്രാവശ്യം ഹോസ്പിറ്റലിൽ പോയപ്പോഴും മോനുണ്ടായിരുന്നു കൂടെ. മോളെ നമ്മൾ വെക്കേഷൻ ക്ലാസ്സിനാക്കിയിട്ടുണ്ടായിരുന്നു. ഇന്ന് വെക്കേഷൻ ക്ലാസ്സൊന്നുമില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ രണ്ടുപേരെയും കൊണ്ടുവേണം ഇനി പോകാനായിട്ട്. ഉറങ്ങി എഴുന്നേറ്റിട്ട് വന്നിരുന്നിട്ടുള്ള ഒരു ഇൻട്രോയാണ് നിങ്ങളിപ്പോൾ കണ്ടത്. അതൊക്കെ കഴിഞ്ഞിട്ട് നേരെ നല്ല ചുറുചുറുക്കോടെ എണീറ്റ് മുറ്റത്തോട്ട് വന്നിട്ടുണ്ട്. പുറത്തുള്ള കുറേ കാഴ്ചകളൊക്കെ കണ്ടതിന് ശേഷമാവാം ബാക്കി പണിയെന്ന് വിചാരിച്ചിട്ടാണ് ഈ മുറ്റത്തോട്ട് ഇറങ്ങിയത്. അപ്പം നമ്മുടെ പ്രാവിൽ ഇപ്പോൾ ദാ 2 കുഞ്ഞുങ്ങൾ, പുതിയ കുഞ്ഞുങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ അവരെയൊക്കെ കുറച്ച് നേരം ഇങ്ങനെ നോക്കിക്കൊണ്ട് നിന്നു. ഈ ഒരു കൂട്ടിൽ പ്രാവിനെയൊക്കെ വളർത്താൻ തുടങ്ങിയതിന് ശേഷം ഇത് 2ാമത്തെ പ്രാവശ്യമാണ് നമുക്ക് കുഞ്ഞുങ്ങളെ കിട്ടുന്നത്. അല്ലാതെ കുഞ്ഞുങ്ങളെയൊന്നും ഇതുവരെ കിട്ടിയിട്ടില്ല. ഫസ്റ്റത്തെ കുഞ്ഞാണ് ദേ കിടക്കുന്നത്, അപ്പുറത്തെ സൈഡിലൊരു വെള്ള പ്രാവ്. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാനായിട്ട് കിച്ചണിലോട്ട് എത്തിയിട്ടുണ്ട്. ഇന്നലെ രാത്രി തന്നെ എല്ലാം ഒതുക്കിയൊക്കെ വെച്ചിട്ട് കിടന്നതുകൊണ്ട് തന്നെ വലിയ അലങ്കോലം ഇല്ലാതെയാണ് കിച്ചൺ കിടക്കുന്നത്. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ ഒരു മനസ്സുഖം. അതൊക്കെ കഴിഞ്ഞ് നമ്മളിതാ ഒരു ഗ്ലാസ് വെള്ളമാണ് രാവിലെ എഴുന്നേറ്റോടെ കുടിക്കുന്നത്. ഇതിപ്പോൾ കുറച്ച് ദിവസമായിട്ടുള്ള ശീലമാണ്. രാവിലെ എഴുന്നേറ്റ ഉടനെ ഒരു ഗ്ലാസ് വെള്ളം, ഒരു 3 ഗ്ലാസ് വെള്ളമൊക്കെ കുടിക്കണമെന്ന് വിചാരിക്കും. പക്ഷെ നടക്കൂല. ഒരു ഗ്ലാസ് തന്നെ കഷ്ടിച്ചാണ് കുടിക്കുന്നത്. അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമ്മളിതാ ദോശ ചുടാനായിട്ട് പോവുകയാണേ. ഇവിടെ കുട്ടീസിന് ദോശയിൽ നെയ്യൊഴിച്ച് കൊടുക്കുന്നതാണ് നല്ല ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിലാണ് നന്നായിട്ട് പരത്തി നെയ്യൊക്കെ ഒഴിച്ചാണ് ദോശ ചുട്ടെടുക്കുന്നത്. എനിക്കും ആരൂസിനുള്ളത് ആദ്യം തന്നെ ചുട്ടുവയ്ക്കാമെന്ന് വിചാരിച്ചു. ചേട്ടനും മോളും ഇനി എപ്പോഴാണ് വരുന്നതെന്നുള്ളത് അറിയത്തില്ല. അപ്പം നമുക്കുള്ളത് അങ്ങ് ചുട്ടെടുക്കുവാണേ. രാവിലത്തെ വിശപ്പൊന്ന് കലശലായപ്പോൾ കുറച്ച് നട്ട്സൊക്കെ എടുത്ത് കഴിക്കാമെന്ന് വിചാരിച്ചേ. വളരെ കുറച്ച് മാത്രമേ എടുക്കുന്നുള്ളൂ. ഒരു 5 ഡേറ്റ്സും 5 കാഷ് നട്ട്സും ഒക്കെയാണ്. അപ്പോൾ ഇതൊക്കെ കഴിച്ചിട്ടായിരുന്നു പിന്നെയുള്ള ജോലിയൊക്കെ. അങ്ങനെ ദോശയുടെ പണികളൊക്കെ അവിടെ നടന്നുകൊണ്ടിരുന്നപ്പോഴത്തേക്കും നമ്മൾ ചെക്കൻ എഴുന്നേറ്റ് വന്നിട്ടുണ്ട്. പിന്നെ അവനായി ബാക്കി സഹായങ്ങളൊക്കെ. ഇതിനിടയ്ക്ക് ഞാൻ ഉള്ളിക്കറി വയ്ക്കാനായിട്ട് സവാളയൊക്കെ അരിഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് ദോശ ചുടുന്ന രംഗം കാണുന്നത്. എപ്പോൾ ദോശ ചുടാനെടുത്താലും ആളിങ്ങനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് കൂടെ കൂടാറുണ്ട്. പിന്നെ ആദ്യമൊക്കെ ഞാനിങ്ങനെ വഴക്ക് പറഞ്ഞ് ഓട്ടിച്ച് വിടുമായിരുന്നു. കാരണം ആ ഒരു ഷേപ്പിലും അങ്ങനെയൊന്നും കിട്ടില്ല. പിന്നെ അവർ കുഞ്ഞല്ലേ, അവർക്ക് എന്തായാലും കറക്റ്റ് ആ റൗണ്ട് ഷേപ്പിലൊന്നും അവർ ആദ്യമേ ചെയ്യത്തില്ല. ഇങ്ങനെയൊക്കെ അല്ലേ ചെയ്യുന്നതെന്ന് പറഞ്ഞിട്ട് പിന്നെ ഞാൻ ഒന്നും പറയാറില്ല. അവനെ കുറച്ചുകൂടി ഒന്ന് പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ഞാനും കൂടെ ഹെൽപ്പ് ചെയ്തൊക്കെ കൊടുക്കാറുണ്ട്. ആരൂസിന് നെയ്യൊഴിച്ച ദോശയാണെങ്കിൽ പിന്നെ കറിയുടെ ആവശ്യമൊന്നുമില്ല. അവൻ നന്നായിട്ട് ആ ദോശ കഴിക്കാറുണ്ട്. പിന്നെ കറിയില്ലാതെ പറ്റില്ലല്ലോ. അപ്പം ഞാൻ ചെറുതായിട്ടൊന്ന് തട്ടിക്കൂട്ടി ഒരു തക്കാളി കറിയൊക്കെ സെറ്റാക്കിയിട്ടുണ്ട്. പിന്നെ ദാ ഇവിടെ കട്ടനിടാൻ വേണ്ടിയിട്ട് വെള്ളവും തിളപ്പിക്കാനായിട്ട് വെച്ചിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ കഴിഞ്ഞിട്ട് TV ഒക്കെ ഇട്ടിട്ടാണ് നമ്മൾ പിന്നെ ഫുഡ് കഴിക്കാനായിട്ടിരിക്കുന്നത്. എല്ലാം ദാ എടുത്ത് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 8 വയസ്സായെങ്കിലും ചെക്കൻ ഇപ്പോഴും വാരി കൊടുക്കാതെ കഴിക്കാൻ പറ്റില്ല. പിന്നെ ചില സമയത്ത് ബുദ്ധിമുട്ടൊക്കെ മനസ്സിലാക്കി ആൾ സ്വയം എടുത്ത് കഴിക്കാറുമുണ്ട്. അതുകൊണ്ട് തന്നെ കൂടുതൽ നിർബന്ധിക്കാറുമില്ല. ഇപ്പോഴല്ലേ നമുക്കിങ്ങനെ വാരി കൊടുക്കാനൊക്കെ പറ്റുള്ളൂ. അവർ കുറച്ചുകൂടി വലുതായി കഴിഞ്ഞാൽ അവർ സ്വയം എന്തായാലും എടുത്ത് കഴിച്ചോളും. അപ്പോൾ നമ്മളിങ്ങനെ വാരി കൊടുത്താൽ പോലും അവർ കഴിക്കാറില്ല. അതുകൊണ്ട് ഇപ്പോഴേ
ഇങ്ങനെ വാരി കൊടുക്കാൻ പറ്റുന്ന സമയത്തേക്ക് ഇങ്ങനെ വാരി കൊടുത്താണ് ആൾ ഫുഡ് കഴിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും ഫുഡൊക്കെ കഴിച്ചിട്ട് ഞാൻ കുറച്ച് നേരം പോയി കിടന്നിട്ടുണ്ടായിരുന്നു. എന്തോ ഒരു ചെറിയ ക്ഷീണമൊക്കെ തോന്നി. അങ്ങനെ മെഡിസിനൊക്കെ കഴിച്ചിട്ട് നേരെ പോയി ഒരു കുഞ്ഞൊരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് വന്നപ്പോഴത്തേക്കും നമ്മുടെ പീലിക്കുട്ടിയും ചേട്ടനുമൊക്കെ എത്തിയിട്ടുണ്ടായിരുന്നേ. ചേട്ടൻ വന്ന പാടെ തന്നെ നേരെ പ്രാവിനും പ്രാവിൻ്റെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഫുഡ് ഇട്ട് കൊടുക്കുകയാണ്. എന്നിട്ട് എന്നോട് പറയുന്നുണ്ടായിരുന്നു ലേറ്റായി പെട്ടെന്ന് റെഡിയാവാനായിട്ട്. പിന്നെ ഞാൻ നേരെ ഫ്രഷ് ആവാനായിട്ട് പോയിട്ടുണ്ട്, കുളിച്ച് റെഡിയായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നേരെ ഹോസ്പിറ്റലിലോട്ട് പോകണം. അങ്ങനെ ഞാനും റെഡിയായി, നമ്മുടെ കുട്ടീസിനെയും റെഡിയാക്കി. ടോയ്സ് എടുത്ത് വെക്കട്ടോ. ആരവും പീലിയും രണ്ടുപേരും പറയുന്ന പോലെ അനുസരിക്കോ? വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. 2 മണിക്കാണ് ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നത്. പക്ഷേ ഹോസ്പിറ്റലിൽ എത്തിയപ്പോൾ തന്നെ 2:30 ആയിട്ടുണ്ടായിരുന്നു. നല്ല തിരക്കായിരുന്നു. ഒരുപാട് ലേറ്റായി ഡോക്ടറെ കാണാനായിട്ട്. അങ്ങനെ ഡോക്ടറെയൊക്കെ കണ്ടിട്ട് നേരെ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ടാണ് പോകുന്നത്. വണ്ടിയിലിരുന്ന് പീലിക്കുട്ടി ഇത്തിരി ഉറങ്ങി വന്നതാണേ. ഫുഡ് കഴിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞപ്പോൾ ആൾ എഴുന്നേറ്റതുമാണ്. പക്ഷേ അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല ഉറക്കമായി. എത്ര വിളിച്ചിട്ടും എഴുന്നേൽക്കുന്നുണ്ടായിരുന്നില്ല. കൂടുതലും നിർബന്ധിച്ച് വിളിക്കുകയാണെങ്കിലും മോൾ എഴുന്നേറ്റിട്ട് നല്ല കരച്ചിലും ബഹളവും വാശിയൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ മോളെ വിളിക്കാതെ മോൾക്കുള്ള പാഴ്സൽ വാങ്ങി വെച്ചിരിക്കാം, പിന്നീട് എഴുന്നേൽക്കുമ്പോൾ കൊടുക്കാമല്ലോ എന്ന് വിചാരിച്ചു. അങ്ങനെ ഞങ്ങൾ ഫുഡ് കഴിക്കാനായിട്ടിരുന്നേ ചപ്പാത്തിയും ഒറട്ടിയും ചിക്കൻ ഫ്രൈ ഒക്കെയാണ് ഓർഡർ ചെയ്തത്. ഞങ്ങൾ ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ തന്നെ നല്ല മഴയായിരുന്നു. എന്തായാലും നല്ല ഫുഡൊക്കെ ആയിരുന്നു. ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ ബില്ലും പേ ചെയ്ത് നേരെ ഇറങ്ങിയിട്ടുണ്ട്. മോൾക്കുള്ള പാഴ്സലും വാങ്ങിയിട്ടുണ്ടായിരുന്നു. എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞ് കൈയൊക്കെ കഴുകി. ഇവിടെ ഒരാൾ ലെഗ് പീസും കയ്യിൽ പിടിച്ചുകൊണ്ടാണ് ഇരിക്കുന്നത്. അത് ഇതുവരെ കഴിഞ്ഞിട്ടുമില്ല. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ വന്നത് വെട്ടുകാട് പള്ളിയിലോട്ടാണ്. കുറേ ദിവസമായിട്ട് വിചാരിക്കുന്നുണ്ട് ഒന്ന് പള്ളിയിലോട്ട് വരണമെന്നുള്ളത്. പക്ഷെ വന്ന ദിവസം മഴയും ആയിപ്പോയി. എന്തായാലും ആ വരവ് അങ്ങ് മുടക്കണ്ടെന്ന് വെച്ചു. അങ്ങനെ നമ്മൾ വണ്ടിയൊക്കെ പാർക്ക് ചെയ്തു. മോളെയും വിളിച്ചുണർത്തിയിട്ടുണ്ട്. നല്ല വിശപ്പായിരുന്നത് കൊണ്ടായിരിക്കാം പെട്ടെന്ന് കഴിക്കുന്നുണ്ടായിരുന്നേ. അങ്ങനെ അവൾക്ക് ഫുഡൊക്കെ കൊടുത്തുകൊണ്ടിരിക്കുവാണ്.
പ്രഗ്നൻ്റ് ആയ ടൈമിൽ 1-2 തവണ പള്ളിയിലോട്ട് വരാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഇപ്പോഴാണ് വരാൻ പറ്റുന്നത്. കുഞ്ഞു മക്കളുടെ ബഹളവും കരച്ചിലും ഒക്കെ ഒഴിച്ച് നോക്കിയാൽ ബാക്കിയൊക്കെ ഒരു ശല്യവും ഇല്ല, ഒരു ബഹളവും ഇല്ലാതെ നമുക്ക് സമാധാനമായിട്ട് വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റിയ ഒരിടമാണ്. എന്തായാലും കുറച്ച് നേരം നന്നായിട്ടിരുന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലെ സങ്കടങ്ങളും വിഷമങ്ങളും എല്ലാം പറഞ്ഞു തീർത്തിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചിട്ട് നമ്മൾ പള്ളിയിൽ നിന്ന് ഇറങ്ങുവാണ്. പുറത്ത് നല്ല മഴയായതുകൊണ്ട് തന്നെ ഇന്ന് കൂടുതൽ നേരം പള്ളിയിൽ അകത്തിരിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. അപ്പോൾ നേരെ വീട്ടിലോട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. അപ്പോഴത്തേക്കും അമ്മ വിളിച്ചിട്ടുണ്ടായിരുന്നു. അമ്മയും അച്ഛനും കൂടെ വിളിച്ചു അങ്ങോട്ട് ചെല്ലാനായിട്ട് പറഞ്ഞേ. അങ്ങനെ നേരെ വീട്ടിലോട്ട് എത്തിയിട്ടുണ്ട്. പിന്നെ കുറേ നേരം അവിടെ ഇരുന്ന് എന്തൊക്കെയോ പറഞ്ഞ് കത്തിയരിച്ചുകൊണ്ടൊക്കെ ഇരുന്നു. അമ്മ വിളിക്കാനായിട്ടൊരു കാരണവും കൂടെ ഉണ്ടായിരുന്നു. ഗോതമ്പിനകത്ത് ശർക്കരയും തേങ്ങയൊക്കെ വെച്ചിട്ടിങ്ങനെ ഉണ്ടയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നേ. അപ്പോൾ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുകൊണ്ടാണ് അമ്മ വിളിച്ചത്. പക്ഷേ ആ ഒരു കഴിക്കുന്നതിൻ്റെ ഇതിൽ അതിൻ്റെ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയില്ല. അങ്ങനെ നേരെ അവിടെ നിന്ന് ഇറങ്ങിയിട്ട് നേരെ ചേട്ടൻ്റെ വീട്ടിലോട്ടാണ് വന്നത്. ഇവിടെ വന്നപ്പോഴത്തേക്കും കുട്ടീസ് രണ്ടും കൂടി പിന്നെ ഓടി കളിയായി. അമ്മ ഇവിടെ ചോറൊക്കെ കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. കോഴിക്കുഞ്ഞുങ്ങൾ വൈകിട്ട് പട്ടിണി ആയതുകൊണ്ട് തന്നെ ചേട്ടൻ നേരെ കോഴിക്കുഞ്ഞുങ്ങൾക്ക് ഫുഡൊക്കെ ഇട്ട് കൊടുക്കാനായിട്ട് പോയിട്ടുണ്ടേ. കുട്ടീസ് രണ്ടുപേരും കൂടെ ടോയ്സൊക്കെ എടുത്ത് വെച്ചിട്ടുള്ള കളിയാണ്. രണ്ടുപേരും സ്കൂൾ അവധി ആയതുകൊണ്ട് തന്നെ നേരത്തെ പിടിച്ച് ഉറക്കാറൊന്നുമില്ല ഇപ്പോൾ. അപ്പോൾ പിന്നെ ഇങ്ങനെ അവർക്ക് ഇഷ്ടമുള്ള സമയം വരെ ഇങ്ങനെ കളിച്ചുകൊണ്ട് നടക്കും. അതിനിടയ്ക്ക് നമ്മുടെ വീഡിയോ എടുക്കുന്ന കണ്ടപ്പോൾ പീലിക്കുട്ടിയും വന്ന് പോസ് ചെയ്യുന്നുണ്ടേ. ഇതാണ് ടോയ്സ്. കുറച്ച് സമയം അവിടെ ഇരുന്നതിന് ശേഷം നേരെ വീട്ടിലോട്ട് പോകാനായിട്ട് ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയൊക്കെയായിരുന്നേ. വീഡിയോസ് ഇഷ്ടമാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.